ഏത് സിനിമ ചെയ്യുമ്പോഴും ആഗ്രഹിക്കുന്ന ഇതുപോലൊരു ദിവസം ഉണ്ടാകണേ എന്നാണ്. ഒരു വലിയ വിജയമായി തീർന്ന് ആ വിജയം ആ സിനിമയിൽ നമ്മളോടൊപ്പം പ്രവർത്തിച്ച ആൾക്കാരുമായി ആഘോഷിക്കാൻ ഒരു അവസരം ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ ആ പ്രാർത്ഥന ഈശ്വരൻ കേട്ട ഒരു സിനിമയാണ് ഗുരുവായൂരമ്പല നടയിൽ എന്നതിൽ ഒരുപാട് സന്തോഷം, അഭിമാനം. വിപിൻ ദാസ് എന്ന സംവിധായകന്റെ നിന്നും അസിസ്റ്റൻസ് എല്ലാവരും ആദ്യം പഠിക്കേണ്ടത് സിനിമ എടുക്കാനല്ല, എങ്ങനെ ഡേറ്റ് വാങ്ങിക്കണം എന്നാണ്. കാരണം ഈ പ്രോജക്റ്റുമായിട്ട് വിപിൻ എന്നെ അപ്രോച്ച് ചെയ്യുന്ന വേറൊരു കഥയാണ്. മറ്റൊരു പ്രോജക്റ്റാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അന്ന് ഞാൻ വിപിൻ ഉടനെ എങ്ങും എനിക്ക് സമയം ഉണ്ടായില്ല, കാരണം ഇങ്ങനെ എന്റെ 1-2 ആക്ടിങ് കമ്മിറ്റ്മെന്റ്സും ഒരു സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട്. ഓഹോ അതെയല്ലേ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ കറങ്ങിത്തിരിഞ്ഞ് മറ്റൊരു കഥയുമായിട്ട് വന്ന്, അല്ല അത് 2 ഹീറോസ് ഉണ്ട്, അപ്പൊ പൃഥ്വിരാജിന്റെ കുറച്ച് ദിവസങ്ങൾ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ മണാലി ഒരു ഹിന്ദി സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാരഥിയും വിപിനും മുകേഷ് സാറും കൂടെ അവിടെ വന്ന് ഒരു ദിവസം വൈകുന്നേരം സംസാരിച്ച് അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ഡേറ്റ് ഞാൻ കൊടുത്തു. അപ്പൊ എനിക്ക് എങ്ങനെയാണ് സംഭവിച്ചത് എനിക്ക് ഇപ്പോഴും അറിയില്ല. അത് ഞാനും വിപിന്റെ നിന്ന് പഠിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഈ സിനിമ സംഭവിക്കുന്നു, സിനിമ ഒരു വലിയ വിജയമാകുന്നു. എനിക്ക് തോന്നുന്നു E4ന്റെയും എന്റെയും ഒക്കെ ലൈഫിൽ E4 എന്റർടൈൻമെന്റ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ കോമ്പിനേഷനിൽ ഏറ്റവും വലിയ വിജയമായ സിനിമയാണ്. അങ്ങനെ നമ്മൾ ഈ സിനിമ വിജയിക്കുന്നു. വലിയ വിജയമായതിനു ശേഷം വിപിൻ അപ്പൊ നമ്മള് ആദ്യം പറഞ്ഞ കഥ ഞാൻ അത് നമുക്ക് ചെയ്യാം. ഇപ്പൊ സമയമില്ലല്ലോ, ഞാൻ ഇങ്ങനെ സിനിമ സംവിധാനം ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞ് മറ്റു കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ഞാൻ സിനിമ കമ്മിറ്റിയുള്ള ഡയറക്ടേഴ്സ് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മറ്റു അതെല്ലേ ഓക്കെ എന്തൊക്കെയോ പറയുന്നു. കുറച്ച് കഴിഞ്ഞ് എങ്ങനെയോ ഡേറ്റ് ശരിയാവുന്നു. ഇതെങ്ങനെ എന്നുള്ളതാണ് എനിക്ക് ആദ്യം പഠിക്കേണ്ടത് വിപിന്റെ കയ്യിൽ നിന്നും. പിന്നെ അദ്ദേഹം വളരെ മനോഹരമായ ഒരു ഫിൽം മേക്കറാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ മലയാളത്തില് അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല ഈ ജോണർ ക്രാക്ക് ചെയ്തിട്ടുള്ള ഫിൽം മേക്കേഴ്സ്. എനിക്കൊന്ന് മറ്റൊരാൾ ബേസിലായിരിക്കും. പിന്നെ ബേസിൽ ഇപ്പോ സംവിധാനത്തിനേക്കാൾ കുറച്ചുകൂടെ ഫീസിബിൾ അഭിനയമാണെന്നുള്ള തിരിച്ചറിവ് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത സംവിധാന സംരംഭം എപ്പോഴാണെന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു വ്യക്തതയില്ല. എന്നിരുന്നാലും താങ്ക് യു വിപിൻ, ആനന്ദൻ എന്ന കഥാപാത്രം എന്നിൽ കണ്ടതിന്. ഇതുപോലെ ഇതിനേക്കാൾ എക്സൈറ്റഡ് ആണ് ഞാൻ അടുത്ത കഥാപാത്രത്തിൽ. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നില്ല, ഔപചാരികമായ അനൗൺസ്മെന്റ് നമുക്ക് പിന്നീട് നടത്താം. മുകേഷ് സർ, സാരഥി, E4. ഞാൻ ആദ്യം നമ്മൾ ഒരുമിച്ചൊരു സിനിമ ചെയ്യുന്നത് എസ്ര എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഐ റിമെമ്പർ ഞാൻ സുപ്രിയോട് പറയുന്ന മലയാളത്തിലെ ഏറ്റവും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രൊഫഷണൽ പ്രൊഡക്ഷൻ സെറ്റപ്പ് ഉള്ള ഒരു കമ്പനിയാണ്. ഈ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സിനിമയെ എങ്ങനെ സമീപിക്കണം, ഒരു സിനിമയെ എങ്ങനെ ഒരു ആർട്ട് ഫോമായി സമീപിക്കണം എന്നുള്ളത് അറിയുക എന്നുള്ളതിന്റെ പിന്നിൽ പ്രൊഡക്ഷൻ ഒരു സ്കിൽ ഉണ്ടാകണം. ഈ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റ് ആണ് എന്ന തിരിച്ചറിവ് വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ. സംവിധാനം പോലെയും എഡിറ്റിംഗ് പോലെയും സിനിമാറ്റോഗ്രാഫി പോലെയും ഫിലിം പ്രൊഡക്ഷൻ ഒരു ക്രാഫ്റ്റ് ആണ് എന്നുള്ളൊരു തിരിച്ചറിവ് വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ. ആ ക്രാഫ്റ്റ് വളരെ മനോഹരമായി നിർവഹിക്കുന്ന മലയാളത്തിലെ ഒരു മുൻനിര ബാനറാണ് E4 എന്റർടൈൻമെന്റ്. എടുത്തു പറയേണ്ട മറ്റൊരാളുണ്ട്, സഞ്ജയ് സർ, അനീഷ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സൈലന്റ് പാർട്ണറായിട്ട് മാത്രമാണ് ഒരുപക്ഷെ സഞ്ജയ് സാറിന് ഈ പ്രോജക്റ്റിൽ അറിയാവുന്നത്. ബേസിലിനെ പോലെയോ ഇവിടെ ഇരിക്കുന്ന മറ്റു ചെറുപ്പക്കാരെ പോലെയോ ഒന്നും നിങ്ങൾക്ക് പരിചിതമല്ലാത്ത മലയാള സിനിമയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജഗദീഷ് ചേട്ടനും ബൈച്ചേട്ടനും ഞങ്ങൾ ഓൾഡ് ജനറേഷന് അത് പരിചയമുണ്ട്. കാരണം ഈ സിനിമകളൊക്കെ എടുത്ത് അന്ന് ഈ ബിസിനസ്സുകൾ, സാറ്റലൈറ്റ്, ഡിജിറ്റൽ, സ്ട്രീമിംഗ്, ഓവർസീസ് എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ പോലെ അല്ല. ഒരു സിനിമ റിലീസ് ചെയ്ത് പ്രൊഡ്യൂസേഴ്സ് എവിടുന്നെങ്കിലും ഒക്കെ പൈസ എടുത്ത് സിനിമ കംപ്ലീറ്റ് ചെയ്ത് റിലീസിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്ത് റിലീസിനോട് അടുക്കുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുക. ഒരുപക്ഷെ ഈ സിനിമ റിലീസ് ചെയ്യാൻ കഴിയില്ല, അയ്യോ ഇത് ഇത്ര കോടി രൂപ നമ്മൾ നാളേക്കുള്ളിൽ ഇത്രയും ആൾക്കാർക്ക് പേ ചെയ്തില്ലെങ്കിൽ ഈ സിനിമ റിലീസ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയുള്ള അവസ്ഥകൾ, എന്നൊക്കെയുള്ള ചലഞ്ചസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നടീനടന്മാർ അതൊന്നും അഭിമുഖീകരിച്ചിട്ടുണ്ടാവില്ല, ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. ഞാനൊക്കെ അത് ഫേസ് ചെയ്തിട്ടുള്ള അവസാനത്തെ ജനറേഷൻ ഓഫ് ആക്ടേഴ്സ് എന്റേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോ ഒരുപാട് പ്രാവശ്യം എന്റെ ഒരു ഫോൺ കോളിനെ വിശ്വസിച്ച് കോടികൾ മുടക്കി എന്റെ സിനിമകൾ റിലീസ് ചെയ്യാൻ എന്നെ സഹായിച്ചിട്ടുള്ള ആളാണ് സഞ്ജയ്. സോ താങ്ക് യു ഫോർ ബിലീവിംഗ് ഇൻ മീ ഓൾ ത്രൂ. ഇന്ന് അദ്ദേഹത്തിനോടൊപ്പം ഒരു വലിയ വിജയചിത്രങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു കാലത്തിന്റെ കാവ്യനീതിയായി ഞാൻ കാണുന്നു. അന്ന് മുതൽ തുടങ്ങിയതാണ്. ആൻഡ് ഐ ക്യാൻ അഷ്വർ യു ദാറ്റ് ദിസ് വിൽ ബി a partnership that will now stand for a long time. എന്നോടൊപ്പം വർക്ക് ചെയ്ത മറ്റു കാസ്റ്റ് ആൻഡ് ക്രൂ, ഈ സെറ്റിലെ അമ്മാവൻ ഞാനായിരുന്നു. കാരണം ബാക്കി എല്ലാം ഈ ന്യൂ ജനറേഷൻ പിള്ളേരാണ്. ബേസിലെ പ്രായം ന്യൂ ജനറേഷൻ്റെതല്ലെങ്കിലും
ഇതുപോലെ ഗോൾഡൻ മുടി മറക്കാൻ പച്ച തൊപ്പിയൊക്കെ വെച്ച് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ മൊത്തത്തിൽ ബേസിൽ ഇപ്പൊ ഒരു ന്യൂജൻ ഐക്കണാണ്. എനിക്ക് തോന്നി ബേസിൽ, ടൊവിനോ ഇവന്മാരൊക്കെ കൂടെയാണ് എന്നെയൊക്കെ അമ്മാവനാക്കുന്നതിന്റെ പിന്നിലെ പ്രധാനികൾ. എന്നിരുന്നാലും എനിക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു ബേസിലെ പോലെയും അനശ്വരെ പോലെയും നിഖിലെ പോലെയും ഒക്കെ ഉള്ളൊരു എനിക്ക് ശേഷം വന്നൊരു ജനറേഷൻ ഓഫ് ആക്ടേഴ്സിനോടൊപ്പം ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ. അതിനേക്കാൾ എനിക്ക് റിഫ്രഷിംഗ് ആയിരുന്നു നമ്മുടെ ആ പുറകിലിരിക്കുന്ന ഗ്രൂപ്പ്. എല്ലാവരുടെയും പേര് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, കാരണം ഈ പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരെ നമ്മുടെ പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ദേ കം ഫ്രം എ ഡിഫറെന്റ് വേൾഡ്. നമ്മളാണ് ശരിക്കും അവരുടെ പ്രോസസ്സിലേക്ക് എത്തിപ്പെടുന്നത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ പെർഫോമൻസിന്റെ മീറ്ററും അവരുടെ ഡയലോഗ് പറയുന്ന രീതിയും ഒക്കെ എനിക്ക് തോന്നി ഇൻസ്റ്റഗ്രാം റീലിൽ നിന്നൊക്കെയാണ് അവരുടെ പെർഫോമൻസ് ബ്രീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഒരു കൺവെൻഷണൽ രീതിയല്ല, ഒരു സ്ക്രിപ്റ്റ് വായിച്ച് ഒരു സീൻ വായിച്ച് ഒരു പെർഫോമൻസ് ചാർട്ട് ചെയ്യുന്ന നമ്മുടെ കൺവെൻഷണൽ രീതി അല്ല അവരുടേത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിച്ചൊരു സിനിമയാണ് ഗുരുവായൂർ എന്ന നടയിലെന്ന ഈ സിനിമ. സോ ഫോർ ദാറ്റ് ഐ എം ഗ്രേറ്റ്ഫുൾ. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയതിന്. ഇതിന് പിന്നിൽ വിപിനോടൊപ്പം വർക്ക് ചെയ്ത ഒരു വലിയ ടീം ഓഫ് ടെക്നീഷ്യൻസ് ഉണ്ട്. എല്ലാം പുതിയ ആൾക്കാരാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സെറ്റിൽ ഫസ്റ്റ് ഡേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും പെട്ടെന്ന് മിണ്ടാതെ കയറി, കാരണം അയ്യോ മറ്റേ അമ്മാവനെത്തി എന്നുള്ള മട്ടിൽ. കാരണം എല്ലാം പുതിയ ആൾക്കാരാണ്. അപ്പൊ ഈ കുറെ പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുകയും അവരൊക്കെ ഇത്രയും ടാലന്റഡ് ആണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത് എന്നെ പോലുള്ള ഒരാൾക്ക് ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതിന് താങ്ക് യു ടു ഈച്ച് വൺ ഓഫ് യു. പുതിയ ആൾക്കാർ എന്ന് പറയുമ്പോൾ ഇതിലൊരു എഡിറ്റർ ഉണ്ട്, ആന്റിക് പീസ് ആണ് ജോൺ കുട്ടി. എന്നോട് ഒരുപാട് സിനിമകൾ എന്നോട് വർക്ക് ചെയ്യുന്ന ആളാണ്. ജോൺ ഒഴിച്ച് ഇതിലെ ക്യാമറമാൻ. പിന്നെ അസോസിയേറ്റ് ശ്രീലായി, അത് പ്രാചീനം. ശ്രീലാലൊക്കെ മൊയ്തീൻ ടൈമിലൊക്കെ നമ്മുടെ അസോസിയേറ്റ് ആണ്. അപ്പോ എനിക്കൊന്ന് വിമലിന്റെ അസോസിയേറ്റ് ആയിട്ടാണ് ഞാൻ ആദ്യം ശ്രീലാലിനെ പരിചയപ്പെടുന്നത്, അല്ലെ? അതിനു മുമ്പ് അതിലും മുമ്പ് എന്റെ അമ്മ. അപ്പൊ അങ്ങനെ കുറച്ചു പേരെ മാറ്റി നിർത്തിയാൽ ഒരുപാട് പുതിയ ആൾക്കാരോടൊപ്പം ഉണ്ടായിരിക്കുന്നു. എല്ലാവരുടെയും വർക്ക് ചെയ്യാൻ എനിക്ക് ആദ്യമേ അവസരം കിട്ടിയ ഒരു സിനിമയാണ്. സോ താങ്ക് യു. പിന്നെ പ്രായം കൂടുന്നോറും ഷട്ടിലെ ഡിസൈൻ കൂടിയിരുന്ന ജഗദീഷ് ചേട്ടനും, അതുപോലെ തന്നെ പ്രായം കൂടുന്നോറും പുച്ഛം കൂടിയിരുന്ന പരിചയം. രണ്ടുപേരും ഇവിടെ ഉണ്ട്. അതെ, രണ്ടുപേര് എനിക്ക് പേഴ്സണലി ഭയങ്കര അടുപ്പമുള്ള ആൾക്കാരാണ്. എന്നെ ചെറിയ കാലം മുതൽ കാണുന്ന രണ്ട് ആൾക്കാരാണ്. രണ്ടുപേരോടൊപ്പവും ഇന്നും സജീവമായി സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് വലിയ ലെസൺ